അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി ഖൽഖില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ ബിർദല്ലാഹ് അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യ സമൂഹത്തിന് അവൻ്റെ രക്ഷിതാവിൻ്റെ നല്ലതായ നാമങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ 13 വളരെ ഹ്രസ്വമായി നാം മനസ്സിലാക്കി കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അസ്മാഉൽ ഹുസ്നയിലൂടെ സ്വർഗം കരഗതമാക്കുന്ന യഥാർത്ഥ മുഖ്ലിസീങ്ങളിൽ മുത്തഖീകളിൽ നമ്മയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അടുത്തതായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് 14ാമത്തെ ഇസ്മായ അൽ മുസവ്വിർ എന്നതിനെ സംബന്ധിച്ചാണ്. ഇതിൻ്റെ അർത്ഥം രൂപപ്പെടുത്തുന്നവൻ, ക്രമീകരിക്കുന്നവൻ എന്നിങ്ങനെയാണ്. അൽ ഖാലിഖ്, അൽ ബാരി, അൽ മുസവ്വിർ, ഇത് മൂന്നും പര്യായ പദങ്ങളാണെങ്കിലും അർത്ഥവ്യാപ്തിയുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ വോയിസിൽ ചർച്ച ചെയ്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഈ നാമവും ഖുർആനിൽ സൂറത്തിൽ ഹശ്റിൻ്റെ അവസാന ആയത്തിൽ മാത്രമാണ് പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളെയും ചിത്രീകരിച്ച് ക്രമീകരിച്ചത് അവനാണ്. അവൻ ഓരോ വസ്തുവിലും ഒരു പ്രത്യേക ചിത്രവും തനതായ രൂപവും നൽകി സൃഷ്ടിച്ചിരിക്കുന്നു. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, നിശ്ചയം മനുഷ്യനെ നാം സൃഷ്ടിച്ചത് ഏറ്റവും മെച്ചമായ രൂപത്തിലാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെ രൂപത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ക്രമീകരണം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ അവയവങ്ങളും അതിൻ്റെ ഘടനയ്ക്ക് അല്പം വ്യത്യാസം സംഭവിച്ചിരുന്നെങ്കിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എത്രമാത്രമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക്. അലയോ ജനങ്ങളെ, ഏറ്റവും ഉദാത്തനായ നിന്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ച് കളഞ്ഞത് എന്താണ്? നിന്നെ സൃഷ്ടിച്ച് നിന്നെ പ്രാപ്തനാക്കി നല്ല രൂപം നൽകി ആ രക്ഷിതാവിനെ അവഗണിച്ച് ബഹുദൈവ ആരാധനയിലേക്ക് നീ പോകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ റബ്ബിനോട് കടമയും കടപ്പാടുകളുമുണ്ട്. അതിൽ പെട്ടതാണ് ഏകദൈവ വിശ്വാസം. ആരാധനയിൽ മറ്റാരെയും പങ്കുകാരാക്കാതിരിക്കുക. ഇത് തന്നെയാണ് നാം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവും. ഏകത്വത്തെ ഊട്ടിയുറപ്പിക്കുന്നതും ഈമാൻ വർദ്ധിപ്പിക്കുന്നതുമായ ഒന്നാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തആല ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അംവാലിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വഅഅമാലിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപത്തിലേക്ക്, നിങ്ങളുടെ മുതലിലേക്കോ നോക്കുകയില്ല. പക്ഷേ അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്, നിങ്ങളുടെ അമലിലേക്കുമാണ്. ഈ ചിന്ത നമ്മുടെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഉണ്ടായാൽ ഇഹപര വിജയം സംഭവിക്കുന്നതാണ്. ഈ ഇസ്മ 7 ദിവസം നോമ്പോട് കൂടി അസ്തമാന സമയത്തിന് ശേഷം പ്രഭാത ഭക്ഷണത്തിന് മുമ്പായി 21 പ്രാവശ്യം കുറച്ച് വെള്ളത്തിൽ ഓതി ഊതി കുടിച്ചാൽ പ്രസവിക്കാത്ത സ്ത്രീക്ക് വന്ധ്യത മാറിക്കിട്ടുമെന്ന് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അവളുടെ ഗർഭാശയത്തിൽ സന്താനം രൂപപ്പെടുമെന്നും ഇമാമികൾ രേഖപ്പെടുത്തുന്നു. മറ്റൊന്ന്, ആരെങ്കിലും വിരിപ്പിലേക്ക് അഭയം പ്രാപിക്കുകയും ഭാര്യ ഭർത്തൃബന്ധത്തിന് രഹസ്യഭാഗങ്ങൾ വെളിവാക്കുന്നതിന് മുമ്പായിട്ട് 10 പ്രാവശ്യം ഈ നാമം ഉരുവിട്ടാൽ അള്ളാഹു അവന് സ്വാലിഹായ സന്താനത്തെ നൽകുന്നതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനും അമലിൽ തൗഫീക്കും റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.